ആകാശവാണി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വേനൽ ചൂടിനെ വെല്ലുന്ന പോരാട്ടച്ചൂടിലാണ് സംസ്ഥാനമൊട്ടാകെ. പ്രധാന മുന്നണികളെല്ലാം ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചെങ്കിലും ചിലയിടങ്ങളിൽ ഇനിയും ചിത്രം തെളിയാൻ ബാക്കിയുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ടെങ്കിലും അവധി ദിവസം പത്രിക സ്വീകരിക്കില്ല എന്ന ഔദ്യോഗിക അറിയിപ്പുള്ളതിനാൽ തത്വത്തിൽ 1 ദിവസം കൂടിയേ പത്രിക സമർപ്പിക്കാൻ സാധിക്കൂ എന്നതും വെല്ലുവിളിയാണ്. കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയ സമൂഹത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ജില്ലയായ പത്തനംതിട്ടയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. ശബരിമല എന്ന പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നതാണ് പത്തനംതിട്ടയെ രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഇതിനു പുറമെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് പ്രവാസി സമൂഹം. ഈ പ്രവാസി സമൂഹത്തിൽ വലിയൊരു വിഭാഗം പത്തനംതിട്ട ജില്ലക്കാരാണ്. പ്രമുഖ ക്രൈസ്തവ സഭകളിൽ 2 ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും മാർത്തോമ വിഭാഗത്തിന്റെയും ആസ്ഥാനവും പത്തനംതിട്ടയാണ്. എന്നാൽ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമനുസരിച്ച് ഇടതിനൊപ്പവും വലതിനൊപ്പവും മാറി മാറി സഞ്ചരിച്ച പാരമ്പര്യമുള്ള ജില്ലയുമാണിത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ജയം നേടി. കിറ്റുകളും ക്ഷേമ പെൻഷനുകളും വികസന പദ്ധതികളും അടക്കം നിരത്തിയാണ് കഴിഞ്ഞ തവണ LDF പ്രചാരണം നടത്തിയത്. എന്നാൽ UDFന്റെയും BJPയുടെയും വിഷയം ശബരിമല തന്നെയായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വലിയ തോതിൽ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തവണയും തിരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല നിർണായകമാകുകയാണ്. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയം ഉയർത്തിയാണ് UDFും BJPയും രംഗത്ത് വരുന്നത്. വന്യജീവി ആക്രമണവും ഇത്തവണ പ്രധാന പ്രചാരണ വിഷയമാണ്. അതിനെ ചെറുക്കാൻ ജില്ലയിൽ നടപ്പാക്കിയ വികസനത്തിന്റെ പട്ടിക നിരത്തിയാണ് LDFന്റെ കേന്ദ്രങ്ങൾ പ്രചാരണം ആരംഭിച്ചത്. പത്തനംതിട്ടയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ വിശദീകരിക്കുന്നു. കാനന ക്ഷേത്രമായ ശബരിമല ഉൾപ്പെടെ ജില്ലാ വിസ്തൃതിയുടെ പകുതിയോളം വനപ്രദേശമുള്ള പത്തനംതിട്ട ജില്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നിങ്ങനെ 5 നിയോജക മണ്ഡലങ്ങളടങ്ങിയ ജില്ലയിലെ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം വളരെ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. വികസനത്തിനും രാഷ്ട്രീയത്തിനുമൊപ്പം സാമുദായിക സമവാക്യങ്ങളും ജില്ലയിലെ വോട്ട് നിലയെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും LDF തൂത്തുവാരിയെങ്കിലും ഇടത്തേക്കും വലത്തേക്കും മാറ്റം വരുത്തുന്ന ചരിത്രം ഇവിടുത്തെ പണ്ട് മുതലേ നിലനിൽക്കുന്ന ചരിത്രമാണ്. മാത്രമല്ല BJP വോട്ടുകളുടെ എണ്ണത്തിലും ജില്ലയിൽ വർധനവ് പ്രകടമാണ്. ജില്ലയിൽ NDA, UDF, LDF എന്നീ പ്രധാന മുന്നണികളിൽ LDF 5 നിയോജക മണ്ഡലങ്ങളിലും ആദ്യ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും നടത്തുകയും പ്രചാരണ പരിപാടികളിൽ ബഹുദൂരം മുന്നിലുമാണ്. എന്നാൽ NDA അടൂർ ഒഴികെ മറ്റു മണ്ഡലങ്ങളിലും UDF ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ പ്രധാന മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അടൂർ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും LDFന്റെ സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLAമാർ തന്നെയാണ് മത്സരരംഗത്തുള്ളത്. ഇവർ മണ്ഡലങ്ങളിൽ തങ്ങൾ വരുത്തിയ വികസന പ്രവർത്തനങ്ങൾ നിരത്തി ജനങ്ങളോട് വോട്ടഭ്യർത്ഥന നടത്തുമ്പോൾ വികസന മുരടിപ്പും ശബരിമല സ്വർണ്ണക്കൊള്ളയും മുതൽ കാട്ടുമൃഗശല്യം വരെ ചൂണ്ടിക്കാട്ടിയാണ് ജില്ലയിൽ NDAയും UDFും വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയും മന്ത്രിയും സിറ്റിംഗ് MLAയുമായ വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുള നിയോജക മണ്ഡലമാണ് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കാനിരിക്കുന്ന ജില്ലയിലെ മണ്ഡലം. BJP ദേശീയ നിർവാഹക സമിതി അംഗവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ NDA സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും KPCC വക്താവുമായ അബിൻ വർക്കി UDF സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ. വരും ദിനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിന് കൂടുതൽ വ്യക്തത വരും. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെ വരണാധികാരികൾക്കും ഉപവരണാധികാരികൾക്കും മുൻപാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പ്രവൃത്തി ദിനങ്ങളിൽ പത്രിക സമർപ്പിക്കാം.
2011 കണക്കുകൾ പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ ജനസംഖ്യ 11,97,412 ആണ്. വയനാടിനും ഇടുക്കിക്കും ശേഷം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മൂന്നാമത്തെ ജില്ലയാണിത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രകാരം നിലവിലെ കണക്കനുസരിച്ച് ജില്ലയിലെ വോട്ടർമാരുടെ എണ്ണം 9,77,921 ആണ്. കോന്നി, റാന്നി നിയമസഭാ മണ്ഡലങ്ങളിലാണ് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാർ ഉള്ളത്. ഗവി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ശ്രീലങ്കൻ തമിഴ് വംശജരാണ് ഗവി പ്രദേശത്ത് കൂടുതലായി ഉള്ളത്. ഇവിടത്തെ ജനങ്ങളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഊർജിതമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ മണ്ഡലങ്ങളെക്കുറിച്ചും വോട്ടർമാരെക്കുറിച്ചും ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധറിന്റെ വാക്കുകളിലൂടെ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രകാരം നിലവിലെ കണക്കനുസരിച്ച് ജില്ലയിലെ വോട്ടർമാരുടെ എണ്ണം 9,77,921 ആണ്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായുള്ളത്. 5,09,792 സ്ത്രീകളും 4,68,124 പുരുഷന്മാരും 5 ട്രാൻസ്ജെൻഡറുകളും ഇതിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ ഒന്നായ ആറന്മുള മണ്ഡലത്തിൽ 2,14,575 വോട്ടർമാരാണ് ഉള്ളത്. തിരുവല്ലയിൽ 1,97,960 വോട്ടർമാരും റാന്നിയിൽ 1,75,565 പേരും കോന്നിയിൽ 1,88,957 അടൂർ മണ്ഡലത്തിൽ 2,864 വോട്ടർമാരുമുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായുള്ള അവസാന തീയതി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയായ ഈ മാസം 23 മേൽവിലാസം മാറ്റുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ഈ തീയതി വരെ സാധിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തകൃതിയായി നടക്കുകയാണ്. 5 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവിപാറ്റുകളുടെയും 1ാം ഘട്ടം റാൻഡമൈസേഷൻ കളക്ടറേറ്റിൽ നടന്നു. ജില്ലയിലെ നടപടിക്രമങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള നിരീക്ഷകരും സജീവമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ നടപടിക്രമങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള നിരീക്ഷകരിൽ 2 പൊതുനിരീക്ഷകരും 1 ചിലവ് നിരീക്ഷകനും 1 പോലീസ് നിരീക്ഷകനുമാണ് ഉള്ളത്. പത്തനംതിട്ട സർക്കാർ അതിഥി മന്ദിരത്തിലും PWD റെസ്റ്റ് ഹൌസിലുമാണ് നിരീക്ഷകരുടെ ക്യാമ്പ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നൽകുന്ന പരസ്യങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷനു വേണ്ടിയുള്ള മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി സെല്ലിന്റെയും മാധ്യമ നിരീക്ഷണത്തിനുള്ള മീഡിയ സെല്ലിന്റെയും പ്രവർത്തനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ആരംഭിച്ചിട്ടുണ്ട്. ദിനപത്രം, ടെലിവിഷൻ, റേഡിയോ, സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ തുടങ്ങിയവയിൽ വരുന്ന പരസ്യങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷനും മാധ്യമങ്ങളിൽ വരുന്ന പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത, പെയ്ഡ് ന്യൂസ് തുടങ്ങിയവയുടെ നിരീക്ഷണവും MCMC സെല്ലിൽ നടന്നുവരുന്നു. EVM മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ മുഖേന ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലെ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, വിവിപാറ്റ് എന്നിവയുടെ ആദ്യഘട്ട റാൻഡമൈസേഷനാണ് നടത്തിയത്. അടുത്ത മാസം 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിനായി ജില്ലയിൽ 1207 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിക്കുക. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 1077 പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. 130 ബൂത്തുകൾ പുതുതായി ചേർത്തിട്ടുണ്ട്. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലിനായി ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുക. തിരുവല്ല, റാന്നി നിയോജക മണ്ഡലങ്ങളുടെ കേന്ദ്രം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജും ആറന്മുള, അടൂർ എന്നിവയുടെ കേന്ദ്രം ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയവുമാണ്. മലയാലപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് കോന്നി നിയോജക മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രം. വോട്ടിംഗ് സുഗമമാക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട്. കാഴ്ചശക്തിയില്ലാത്തവർക്കും അനാരോഗ്യം നേരിടുന്നവർക്കും വോട്ട് ചെയ്യുന്നതിന് 18 വയസ്സിൽ കുറയാതെ സഹായിയെ പോളിംഗ് ബൂത്തിൽ അനുവദിക്കും. ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നങ്ങൾ തിരിച്ചറിയാനോ കൃത്യമായ ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാനോ ശേഷിയില്ലാത്തവർക്കും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ സഹായിയെ കൊണ്ടുപോകാം. സ്വയം വോട്ട് ചെയ്യാനുള്ള ശേഷിയുള്ള വോട്ടർമാർക്കൊപ്പം എത്തുന്ന സഹായികൾക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ പ്രവേശനം ഉണ്ടാകില്ല. സാഹചര്യമനുസരിച്ച് പ്രിസൈഡിംഗ് ഓഫീസറാണ് തീരുമാനമെടുക്കുക.
സഹായിക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന്റെ പ്രവേശനം അനുവദിക്കുമ്പോൾ നടപടി റെക്കോർഡ് ചെയ്യും. ഒരേ വ്യക്തിക്ക് ഒന്നിലധികം ആളുകളുടെ സഹായിയായി പ്രവർത്തിക്കാൻ അനുമതിയില്ല. സഹായിയായി വോട്ട് ചെയ്യുന്നയാളുടെ വലത് ചൂണ്ടുവിരലിൽ മഷിയടയാളം പുരട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിനെതിരെ ജില്ലയിലെ നിയോജക മണ്ഡലത്തിൽ സ്ക്വാഡ് പ്രവർത്തനവും ഊർജിതമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ 6 വീഡിയോ സർവൈലൻസ് ടീം, 5 വീഡിയോ വ്യൂയിംഗ് ടീം എന്നിവയാണുള്ളത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസർ കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ ജി ആനന്ദിന്റെ മേൽനോട്ടത്തിലാണ് സ്ക്വാഡിന്റെ പ്രവർത്തനം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പ്രചരണ സാമഗ്രികൾ അച്ചടിക്കാൻ സമീപിക്കുന്നവരിൽ നിന്ന് പ്രിന്റിംഗ് പ്രസ് ഉടമകൾ സത്യവാങ്മൂലം വാങ്ങി സൂക്ഷിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് വിഭാഗം അറിയിച്ചു. തിരുവല്ല, അടൂർ, ആറന്മുള, കോന്നി, റാന്നി നിയോജക മണ്ഡലങ്ങളിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ, സ്ഥാനാർത്ഥിക്കായി മറ്റാരെങ്കിലും, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ പോസ്റ്റർ, ബാനർ, മറ്റു പ്രചരണ സാമഗ്രികൾ എന്നിവ അച്ചടിക്കാൻ സമീപിക്കുന്ന പക്ഷം പ്രിന്റിംഗ് ജോലി ഏൽപ്പിക്കുന്നവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങി സൂക്ഷിക്കണം. പ്രിന്റ് ചെയ്യുന്ന പ്രചരണ സാമഗ്രികളിൽ പ്രിന്റിംഗ് സ്ഥാപനം, പബ്ലിഷ് ചെയ്യുന്ന ആളിന്റെ പേര്, മേൽവിലാസം, കോപ്പികളുടെ എണ്ണം എന്നിവ രേഖപ്പെടുത്തണം. ഇവയുടെ 2 കോപ്പിയും സത്യവാങ്മൂലത്തിന്റെ പകർപ്പും പ്രസ് പ്രവർത്തിക്കുന്ന പ്രദേശത്തെ നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർക്ക് 3 ദിവസത്തിനകം കൈമാറണം. പ്രസ് ഉടമകൾ കർശനമായും നിർദ്ദേശം പാലിക്കണം. അല്ലാത്തപക്ഷം അച്ചടിശാലകൾക്കെതിരെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെ 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥിതി പരിശോധിച്ചാൽ ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും തിരുവല്ലയിൽ മാത്യു ടി തോമസും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അടൂരിൽ 3 തവണ MLA ആയ ചിറ്റയം ഗോപകുമാർ ചെറിയ ഭൂരിപക്ഷത്തിലാണ് സീറ്റ് ഉറപ്പിച്ചത്. റാന്നിയിൽ LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമോദ് നാരായണനും ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കോന്നിയിൽ CPM സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ 8000-ഓളം വോട്ടുകൾക്കാണ് സീറ്റ് ഉറപ്പിച്ചത്. ഇത്തവണ തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥിയായി വർഗീസ് മാമനും BJPക്കായി അനൂപ് ആന്റണി ജോസഫും മത്സരിക്കും. റാന്നിയിൽ പഴകുളം മധു വലത് സ്ഥാനാർത്ഥിയും 2020 പാർട്ടിയുടെ തോമസ് കെ സാമുവൽ NDA സ്ഥാനാർത്ഥിയുമാണ്. കോന്നിയിൽ UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും NDA സ്ഥാനാർത്ഥി TP സുന്ദരേശനുമാണ്. അടൂരിൽ മാത്രമാണ് ജില്ലയിലെ സിറ്റിംഗ് MLA മത്സരിക്കാത്തത്. ഇവിടെ ഇടതിന്റെ സ്ഥാനാർത്ഥി പ്രിജി കണ്ണനാണ്. വലത് സ്ഥാനാർത്ഥി CV ശാന്തകുമാറാണ്. NDA സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് കാത്തിരിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 1 ദിവസം കൂടിയേ ഇനി ബാക്കിയുള്ളൂ. പരിസ്ഥിതി സൗഹൃദ തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണയും സംസ്ഥാനത്ത് നടക്കുന്നത്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് C-വിജിൽ ആപ്പ് വഴിയോ ഫോട്ടോ ഉൾപ്പെടെ പരാതി നൽകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സുവിധ പോർട്ടലിലെ സിംഗിൾ വിൻഡോ വഴി ഇലക്ഷൻ റാലികൾക്കും പൊതു മീറ്റിംഗുകൾക്കും ഉച്ചഭാഷിണികൾ, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് അനുമതി വാങ്ങാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 24 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി 26 പ്രവാസി വോട്ടർമാരുടെ വലിയൊരു വിഭാഗമുള്ള പത്തനംതിട്ട ജില്ലയിൽ കൂടുതൽ വോട്ടർമാരെ ഏപ്രിൽ 9 ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. വോട്ടർമാർ സമ്മതിദാനാവകാശം പൂർണ്ണമായും വിനിയോഗിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശബരിമലയും മനുഷ്യ വന്യജീവി സംഘർഷവും ഉൾപ്പെടെ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ നിരവധി വിഷയങ്ങളുടെ ചൂടിലാണ് ഇത്തവണ പത്തനംതിട്ട ജില്ല വിധിയെഴുതാനൊരുങ്ങുന്നത്. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ മെയ് 4 വരെ നമുക്ക് കാത്തുനിൽക്കാം. നിങ്ങൾ കേട്ടത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പാർവതി വിജയൻ.